ദമാം വാഴക്കാട് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്റ്റുഡൻസ് സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. കൂട്ടായ്മയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിച്ചത്. ഫുട്ബോൾ കളി നിരൂപകനും അർജന്റീനിയൻ ആരാധകനുമായ സുബൈർ വാഴക്കാട് സമാപന പരിപാടിയിൽ മുഖ്യാതിഥിയായി. ദമാം വാഴക്കാട് അസോസിയേഷൻ സംഘടിപ്പിച്ചു വന്ന സ്റ്റുഡൻസ് സോക്കർ മേള സമാപിച്ചു. അണ്ടർ 17, 14 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 18 ടീമുകൾ പങ്കെടുത്തു. അണ്ടർ 17 വിഭാഗത്തിന്റെ കലാശ പോരാട്ടത്തിൽ ഫോക്കോ സോക്കർ അക്കാദമിയെ പരാജയപ്പെടുത്തി ഗ്രാസ് റൂട്ട്സ് അക്കാദമി ചാമ്പ്യന്മാരായി. അണ്ടർ 14 വിഭാഗത്തിൽ DSA അൽക്കോബാറിനെ പരാജയപ്പെടുത്തി JFC ജുബൈൽ അക്കാദമി കിരീടം ചൂടി. ലോക ഫുട്ബോളിനെ തന്റെ നാടൻ ശൈലിയിൽ നിരൂപണം ചെയ്ത് ശ്രദ്ധേയനായ സുബൈർ വാഴക്കാട് സമാപന പരിപാടിയിൽ മുഖ്യ അതിഥിയായി. സൗദി അറേബ്യ ഫുട്ബോൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പല യൂറോപ്യൻ രാജ്യത്ത് ക്യാമറ ഇങ്ങോട്ട് തന്നെ തിരിക്കണം അതിലാണ്. കാരണം ഇപ്പം 2027 ഏഷ്യൻ കപ്പ് നടക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല 2034 യൂറോ കപ്പ് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം യൂറോപ്പിലെ പല താരങ്ങളും സൗദി അറേബ്യ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തി ആർജിച്ചതിനുള്ള തെളിവാണ് കാണാൻ സാധിക്കുന്നത്. ആ ഏഷ്യൻ രാജ്യത്ത് എന്ന് പറഞ്ഞത് കണ്ടു തോന്നിയ ആവേശമാണ്. കാരണം ഒരു ഏഷ്യൻ രാജ്യത്ത് ഇപ്പോൾ വേൾഡ് കപ്പിൽ ഒരിക്കലും സ്റ്റേഡിയങ്ങൾ ഒക്കെ കണ്ടിട്ട് മഹാ അത്ഭുതമാണ് തോന്നുന്നത്. അണ്ടർ 15 വിഭാഗത്തിൽ പെൺകുട്ടികൾക്കായി നടത്തിയ സൗഹൃദ മത്സരത്തിൽ ടൈ ബ്രേക്കറിൽ സ്പോർട്ടിവോ ഗേൾസ് അക്കാദമിയെ പരാജയപ്പെടുത്തി ഗ്രാസ് റൂട്ട്സ് ഗേൾസ് അക്കാദമി ജേതാക്കളായി. ഫോക്കോ സോക്കർ താരം നദീം, സുഹൈബ് ഖാൻ, ഹേം, ഷിരീഷ് ജിൻക, സായി ദീപ്, ഗ്രാസ് റൂട്ട്സ് താരം നായിഫ്, JFC താരം ഹംദാൻ എന്നിവർ വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടി. വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു. ലാലു ഗോപിനാഥ്, മഞ്ജു മണിക്കുട്ടൻ, BPA ഹമീദ് വാഴക്കാട്, നൌഷാദ് ഇരിക്കൂർ എന്നിവർ സംബന്ധിച്ചു. ഷബീർ ആക്കോട്, മുജീബ് കളത്തിൽ, PK ഹമീദ്, യാസർ അറഫാത്ത്, ഷറഫുദ്ദീൻ AP, ജാവിഷ് അഹമ്മദ്, BK കുഞ്ഞു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം.